ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി FIIസിൻ്റെ നോൺ സ്റ്റോപ്പ് സെല്ലിംഗ് ആണെന്ന് നമുക്കറിയാം. ഇന്ത്യയേക്കാൾ ചീപ്പർ വാല്യുവേഷനിൽ നിൽക്കുന്ന മറ്റ് എമേർജിംഗ് മാർക്കറ്റുകളിലേക്ക് അവരുടെ ഫണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ് FIIs. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ റൂപ്പിയുടെ ഡിവാല്യുവേഷൻ. അപ്പോൾ ഇന്ത്യ US ട്രേഡ് ഡീല് ഡിലേ ആയതും അത് കാരണം നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിച്ചതും മൊത്തത്തിൽ റൂപ്പിയുടെ വീക്ക്നെസ്സിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ FIIs പുതിയ മാർക്കറ്റുകൾ തേടി പോകുമ്പോൾ അവിടെ അവർ ഇതേപോലെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ തുടർന്ന് ആ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആകുമ്പോൾ അവർ തിരിച്ച് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നേക്കാം. അതുകൂടാതെ നമ്മുടെ ഇന്ത്യയിൽ കമ്പനികളുടെ ഏർണിങ്സ് ഇമ്പ്രൂവ് ആവുകയും ട്രേഡ് ഡീല് സംഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും FIIs മാർക്കറ്റിലേക്ക് തിരിച്ചു വരും. എങ്കിൽ പോലും ഈ ഒരു വീക്ക് മാർക്കറ്റ് കണ്ടീഷനിലും പല സ്റ്റോക്കുകളിലും FIIs ലാസ്റ്റ് ക്വാർട്ടറിൽ അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. കൂടാതെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതേ സ്റ്റോക്കുകളിൽ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരു സ്റ്റോക്കിൽ പോസിറ്റീവ് ആവുക എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറിൽ അത്രമാത്രം ഗ്രോത്ത് സാധ്യത ആ സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്തരത്തിൽ കുറേ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും 1000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള അതുപോലെ ഇപ്പോൾ Q3 റിസൾട്ടും പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പോസിറ്റീവ് ഗ്രോത്തും ഇയർ ഓൺ ഇയറിലും പോസിറ്റീവ് ഗ്രോത്തും കാണിച്ചിട്ടുള്ള 7 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്നാൽ ഈ ഒരു 7 സ്റ്റോക്കുകളിൽ ഇപ്പോഴും 3 സ്റ്റോക്കുകൾ മാത്രമാണ് ഈ ജനുവരി മാസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നിഫ്റ്റി വളരെയധികം അണ്ടർ പെർഫോമിംഗ് ആയിട്ടാണ് ഈ 2026 തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ ജനുവരി 1 മുതൽ ഇതുവരെയുള്ള നിഫ്റ്റിയുടെ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4.2% ഡൗൺ ആയിട്ടാണ് നിഫ്റ്റി നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ FIIസും DIIസും ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റോക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. ഈ സ്റ്റോക്കിൽ FIIs അവരുടെ ഹോൾഡിംഗ് 3% വർദ്ധിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിൽ. അതേപോലെ DIIs ഏകദേശം 1.8% അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇയർ ഓൺ ഇയർലി 9% പ്രോഫിറ്റ് ഗ്രോത്തും അതുപോലെ 6% സെയിൽസ് ഗ്രോത്തും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാം. അപ്പോൾ ഈ 2026 ജനുവരിയിൽ ഈ സ്റ്റോക്ക് 18% ഒരു റിട്ടേൺ ആണ് ഈ ഒരു 24 ദിവസം കൊണ്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും FIIസിൻ്റെ ഡിസിഷൻ ശരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു പ്രൈസ് റാലി ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ട് പോലും ഇതിൻ്റെ വാല്യുവേഷൻ ഇപ്പോഴും വളരെ നോർമലായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 8.4 എന്ന ലെവലിലാണ്. അതേപോലെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 1% ചുറ്റിപ്പറ്റി മാത്രമേ ഉള്ളൂ. അതായത് ബുക്ക് വാല്യൂവിനോട് അതേ പ്രൈസിൽ തന്നെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നിക്കലായിട്ടും അതുപോലെ ഫണ്ടമെൻ്റലായിട്ടും ഒരു സ്ട്രോങ് ബൈ ആണ് ഈ സ്റ്റോക്കിൽ പൊതുവെ അനലിസ്റ്റുകൾ നൽകുന്നത്. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് DCB ബാങ്കാണ്. ഈ സ്റ്റോക്കിൽ FIIസിൻ്റെ ഹോൾഡിംഗ് 1.4% ഡിസംബർ ക്വാർട്ടറിൽ വർദ്ധിച്ചിരുന്നു. DIIസിൻ്റെ ഹോൾഡിംഗ് 0.21% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ടിൽ നമ്മൾ കാണുന്നത് ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 23%, ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് 11%. ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ് സെയിൽസിലും പ്രോഫിറ്റിലും കാണുന്നത്. അപ്പോൾ ഈ ഒരു ജനുവരി മാസം ഈ സ്റ്റോക്ക് 5% പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയോട് എത്തി നിൽക്കുകയാണ്. കൂടാതെ 15% CAGR റിട്ടേൺ പ്രോഫിറ്റിൽ ഇത് നൽകുന്നുണ്ട്. കൂടാതെ മാനേജ്മെൻറ്റ് ഗൈഡൻസിൽ അവർ നെക്സ്റ്റ് 2 ഇയേഴ്സിൽ 18 മുതൽ 20% ഒരു CAGR പ്രോഫിറ്റ് റിട്ടേൺ ആണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിലും FIIസിൻ്റെ ഡിസിഷൻ ശരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു സ്റ്റോക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. ഇതിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് ഏകദേശം 2.5% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3.44% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ടിൽ നമ്മൾ കാണുന്നതും ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ്. ഇയർ ഓൺ ഇയറിൽ 27.4% പ്രോഫിറ്റ് ഗ്രോത്തും സെയിൽസിൽ 16% ഗ്രോത്തും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിഫ്റ്റി അണ്ടർ പെർഫോം ചെയ്ത ഈ ജനുവരി മാസം ഈ സ്റ്റോക്ക് 2.8% പോസിറ്റീവ് റിട്ടേൺ നൽകിയതായിട്ടും കാണാം. അപ്പോൾ നല്ല തോതിലുള്ള ഡിവിഡൻഡ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് മഹാരാഷ്ട്ര ബാങ്ക്. അപ്പോൾ ഈ സ്റ്റോക്കിലും അനലിസ്റ്റുകൾ ഒരു സ്ട്രോങ് ബൈ നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ പിയർ കമ്പനികളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മറ്റ് PSU ബാങ്കുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യുവേഷൻ വളരെയധികം അട്രാക്റ്റീവായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. FIIs ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച മറ്റൊരു സ്റ്റോക്ക് കരൂർ വൈശ്യ ബാങ്കാണ്. 1.06% അവർ ഡിസംബർ ക്വാർട്ടറിൽ അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിരുന്നു. DIIസും ഏകദേശം 0.23% ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിരുന്നു. ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ടും ഡബിൾ ഡിജിറ്റിലാണ് നമ്മൾ കാണുന്നത്. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 39%, സെയിൽസ് ഗ്രോത്ത് 12% ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാം. എന്നാൽ ഈ സ്റ്റോക്കിൽ ഈ ജനുവരി മാസം
1.95% നെഗറ്റീവ് റിട്ടേൺ ആണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ അത് നിഫ്റ്റിയുടെ അത്ര മോശമായിട്ടില്ല എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഈ സ്റ്റോക്കിൻ്റെയും വാല്യുവേഷൻ വളരെയധികം ഫെയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ PEG റേഷ്യോ 0.69 മാത്രമാണ്. കൂടാതെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള Q3 പെർഫോമൻസ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാം. അപ്പോൾ മൊത്തത്തിൽ ഒരു 16% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ടോട്ടൽ ബിസിനസ്സിൽ ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ ആദ്യത്തെ 4 സ്റ്റോക്കുകളും നമുക്കറിയാം അത് ബാങ്കിങ് സെഗ്മെൻറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അണ്ടർ വാല്യൂഡായി കിടക്കുന്ന ബാങ്കിങ് സ്റ്റോക്കുകൾ തെരഞ്ഞുപിടിച്ച് FIAs അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചതായിട്ട് കാണാം. ഇനി IT സെഗ്മെൻറ്റിലുള്ള ഒരു സ്റ്റോക്ക് ആണെങ്കിൽ എംഫസിസ് എന്ന് പറയുന്ന സ്റ്റോക്കിലും ഇതേപോലെ FIAs അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിരുന്നു. ഡിസംബർ ക്വാർട്ടറിൽ അത് 1.27% വർദ്ധിച്ചിരുന്നു. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 8% വർദ്ധിച്ചിരുന്നു. ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 9% കൂടുതലും സെയിൽസ് ഗ്രോത്ത് 12% കൂടുതലാണെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ പൊതുവെ IT സെഗ്മെൻറ്റിലുള്ള റിസൾട്ടുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്. നിഫ്റ്റി 4% കൂടുതൽ താഴത്തേക്ക് പോയപ്പോൾ ഈ സ്റ്റോക്ക് ഈ ജനുവരി മാസം നമ്മൾ ഏകദേശം 3%ഓളം താഴത്തേക്ക് വന്നതായിട്ടും കാണാം. എന്നാൽ ബ്രോഡർ ഈ IT സെഗ്മെൻറ്റിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാം. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ആനന്ദ് രാത്തി വെൽത്ത് ആണ്. ഈ സ്റ്റോക്കിൽ 1.1% FIAs അവരുടെ ഹോൾഡിംഗ് ഡിസംബർ ക്വാർട്ടറിൽ വർദ്ധിപ്പിച്ചിരുന്നു. അതുപോലെ DIAസും അവരുടെ ഹോൾഡിംഗ് 0.72% വർദ്ധിപ്പിച്ചിരുന്നു. ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് വളരെ എക്സലൻ്റ് ആണ് നമുക്ക് കാണാൻ കഴിയും. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 29%, ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് 22%ആണെന്ന് കാണാൻ കഴിയും. എങ്കിൽ പോലും ഈ സ്റ്റോക്കിലെ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ജനുവരി മാസം നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ അതേ ഡൗൺ ആണ്. നിഫ്റ്റിയുടെ 4.2% എന്നുള്ള ഒരു നെഗറ്റീവ് ഗ്രോത്ത് തന്നെയാണ് ഈ സ്റ്റോക്കിലും കാണുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമായിട്ടുള്ളത് അതിൻ്റെ ഹൈ വാല്യുവേഷനാണ്. ഇതിൻ്റെ എക്സെപ്ഷണൽ ആയിട്ടുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം 41% ROE ആണ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. കൂടാതെ കഴിഞ്ഞ 16 ക്വാർട്ടറുകളിൽ കൺസിക്യൂട്ടീവായിട്ട് ഈ സ്റ്റോക്ക് പ്രോഫിറ്റ് രേഖപ്പെടുന്നതായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് ഇത്ര ഹൈ വാല്യുവേഷനിലേക്ക് പോയതും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സ്റ്റോക്കിൽ വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നതും. ഫൈനലായിട്ട് നമ്മൾ കാണുന്നത് RBL ബാങ്കാണ്. RBL ബാങ്കിൽ FIAസിൻ്റെ ഹോൾഡിംഗ് 6% അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹോൾഡിംഗ് 4% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം FIAസും DIAസും അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച ഒരു സ്റ്റോക്കാണ് RBL. ഇതിൻ്റെ റിസൾട്ടും വളരെ എക്സലൻ്റ് ആയിട്ട് വന്നതായിട്ട് കാണാം. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 555% ആണ്. സെയിൽസ് ഗ്രോത്ത് ആണെങ്കിൽ 3.69% മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രോഫിറ്റിൽ വമ്പിച്ച ഒരു ജമ്പാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റാലി ഈ സ്റ്റോക്കിൽ ഉണ്ടായെങ്കിലും ഇപ്പോൾ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം ജനുവരി മാസം ഏകദേശം 8% ഫോളാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇത്ര ഒരു റാലി നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാവുന്നതുപോലെ എമിറേറ്റ്സിലുള്ള NBD ബാങ്ക് അവർ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡീൽ ഓൾറെഡി ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ സ്റ്റോക്കിൻ്റെ കോസ്റ്റ് ലോവർ ചെയ്യുകയും ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ള ഒരു സ്പെക്കുലേഷനാണ് ഈ സ്റ്റോക്കിൽ ഇത്ര വലിയൊരു റാലിക്ക് കാരണമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു ബൈ റേറ്റിംഗ് ആണ് അനലിസ്റ്റുകൾ ഈ സ്റ്റോക്കിൽ നൽകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ സ്റ്റോക്കുകൾ ഇവിടെ പരാമർശിക്കാനുള്ളത്. ഈ സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു ബാങ്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ ഈ സ്റ്റോക്കുകളെ കുറിച്ച് കൂടുതലായി പഠനം നടത്തുക. നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് ചർച്ച ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.